ഞാൻ അബദ്ധമായിപ്പോയി, എനിക്ക് എടുക്കായിരുന്നു. നല്ലൊരു വ്ലോഗാ നഷ്ടമായിപ്പോയെ. ഇതെനിക്ക് ചേച്ചിയിലെ മാത്രം വിശ്വാസമുള്ളൂ. കാരണം ചേച്ചി 5 മിനിറ്റ് വീണ്ടും പറയും. ഒരു കണ്ടന്റ് പോലും എനിക്ക് മനസ്സിലായി. അഭിനയ ഫീൽഡിൽ നിൽക്കുന്നത് ഒരാളെ ഓരോരുത്തർ പറയുമ്പോൾ ഓരോ കഥ, ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഓരോ കഥകൾ മാറി മാറി വരും. പക്ഷെ ചേച്ചി വന്നപ്പോ തുടങ്ങി അതേ സെയിം കഥ. എത്ര ദിവസം പഠിക്കാൻ? അതാണ് സത്യസന്ധമായ കഥ. ഒരു കഥ പറയുമ്പോൾ തെറ്റത്തില്ലെങ്കിൽ അത് ട്രൂത്താണ്. ഇവളെ കുറിച്ച് അറിയാത്തവര് വെറുതെ കുഞ്ഞ് ചാടയാണ് മോടയാണ് ഇതൊക്കെ പറയും. കുശുമ്പ നിങ്ങൾ വിശ്വസിക്കൂല. അല്ലല്ല, ആ ഓഡിയോ ഇവിടെ കിടക്കണം. ഈ ഓഡിയോ ഇട്ടല്ലടാ നീ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന കാര്യം പറയാം. ഇത് റെക്കോർഡ് ചെയ്ത കാരണം ഞങ്ങൾ ഓരോരുത്തർ ഈ കഥ ഒന്ന് പറഞ്ഞു. ഞാൻ 6 പ്രാവശ്യം പറഞ്ഞു. ഇവന്റെ ഏട്ടായി വന്നപ്പോ ഇവിടുന്ന് പിന്നെയും പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്തേക്കാം. ഇനി ആർക്കാണോ കേൾക്കേണ്ടത് ഞാൻ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു ബാറ്ററിന്റെ ഊരി ആ സാധനം കാണാല്ലേ. എല്ലാം ഗൂഗിൾ പേയിലെ 10,000 രൂപ അയച്ചു. ഇവന്റെ യൂട്യൂബ് ചാനൽ ലോകം അറിയാലോ. നീ അങ്ങോട്ട് നോക്കിയേ. ഈ കഥ കേട്ട് വിഭ്രാന്തി ഒരു കുട്ടി ഞങ്ങളെ കൊടുക്കുന്നുണ്ട്. അവള് കഥ കേട്ട് പ്രാന്തായി. തലക്ക് കെട്ടൊക്കെ കൊടുത്ത് മെന്റൽ. ചേച്ചി വീണ്ടും സെയിം കഥ പറയുവാ. സെയിം കഥ. ഒരു മള്ളി ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ പിന്നീട് സ്റ്റോറി പറയും. പറയാൻ സമ്മതിക്കൂല. അയ്യോ സത്യമായിട്ട് ഞാൻ വെറുതെ പറഞ്ഞില്ല. ഞാൻ ഈ 10-23 വർഷമായിട്ടുണ്ടായിട്ട് ഇത്രയും പാവ ഒരു കൊച്ച് ഭയങ്കര ഡെഡിക്കേഷൻ. 6:30 മണിക്ക് എലിക്കുട്ടി വരുന്നല്ലോ വന്നു മേക്കപ്പ് ഇട്ട് അപ്പം തുടങ്ങിയാല് 10 മണി വരെ പാവൾക്ക് ഒരു റെസ്റ്റും ഇല്ല. മാർഗഴി അയ്യോ മാർഗഴി പേര് പറഞ്ഞേ ഗീതു. ഒറ്റ മിനിറ്റ് ഇത് വിടും. വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഉള്ളതാ പറഞ്ഞ അത്ര ഡെഡിക്കേഷനാ. അവള് ഡെഡിക്കേഷനാ, ഭയങ്കര ഡെഡിക്കേഷനാ. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അവൾ അറിയാത്തവരെ അവളെ കുറിച്ച് കുറ്റം പറയാം. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാനോ മോളെ ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതാ. അമ്മേ അപ്പൊ ഗൈസ് എന്റെ കുഞ്ഞിനെ വിജയിപ്പിക്കുക. ചിഹ്നം പറഞ്ഞില്ല. ചിഹ്നം എന്താടാ പറയണ്ടേ? അയ്യോ സത്യം കേട്ടോ. ഇത്രയും നിങ്ങൾ ആ ഗീതാ ഗോവിന്ദത്തിൽ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ മുത്ത, ഞങ്ങളുടെ മുത്ത. നീയും വാടാ. എന്റെ മുത്തു. അതെ, ഇതെന്റെ ഒരു മുത്ത്, ഇതെന്റെ വേറൊരു മുത്ത്. തങ്ക കുട്ടികൾ. അപ്പൊ നിങ്ങൾ ജീവനായിട്ട് അവരെ സ്നേഹിക്കണം. എന്റെ കരളോ എന്താണ് മറ്റേത്? അതിന് കിളി പോയി കിടക്കുക. അതിനെ കുറിച്ച് എന്ത് വാക്ക്? അവളിപ്പോഴല്ലേടാ ഞാൻ അറിയുന്നുള്ളൂ. അറിയില്ലല്ലോ. അറിഞ്ഞിടത്തോളം നല്ല കുട്ടി. ഇവിടെ ഞാൻ 3 ഷെഡ്യൂളായിട്ട് കാണാം. അപ്പൊ ഞാൻ എന്റെ കൊള്ളാം നല്ലയോ ഞാനും വിചാരിച്ചു. എനിക്ക് അല്ല നൂബിനാണല്ലോ എന്റെ ഭയങ്കര കൂട്ടേ. അയ്യോ നൂബിനെ പോലെ ആയിരിക്കും എല്ലാരും പറയുന്നു. ജാട ഞാൻ അങ്ങനെ കേട്ടോ. ജാടയോ ഭയങ്കര അയ്യോ അങ്ങനെയൊക്കെയാണോ? ഞാൻ അങ്ങനെ കേട്ടോ. അല്ലടാ സത്യമായിട്ട് വന്നപ്പോഴയ്യോ പാവടാ എന്തൊരു സ്നേഹം. ഓടി എന്റെ അടുത്ത് ചേച്ചി കമ്മല് വേണോ, ചേച്ചി എന്തെങ്കിലും വേണോ ഇല്ലേ? ആ എനിക്ക് ഭയങ്കര ഹെൽപ്പാ. ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ആദ്യമായിട്ട് ഇന്ന് ആദ്യം പരിചയപ്പെടുന്നത്. പക്ഷെ ഇവയുടെ കെമിസ്ട്രി എന്താ മനസ്സിലാവില്ല. ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അതാണ്. ചേച്ചി ആരെ കണ്ടാലും
എന്നാലും ചേച്ചി ഭയങ്കര ഓണാണ്, ഭയങ്കര വൈബാണ്. അതിനെ പോലെ അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പേടി കുറവാണ്. പറയാൻ സമ്മതിക്കടാ. നമുക്ക് എന്തെങ്കിലും വയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുഖം മാറിയിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചേച്ചി വന്ന് ചോദിക്കുക, അപ്പൊ തന്നെ ചോദിക്കുക എന്ത് പറ്റി മോളെ, എന്തെങ്കിലും വേണോ. ഇപ്പം ഇന്നേ വരെ ഒരു പ്രാവശ്യം ചോദിച്ചോളൂ കുട്ടിയോട് എന്തെങ്കിലും വേണോ. ആ കൊച്ചിനെ കൊണ്ട് ഒരു പണിയും ചെയ്തിരിക്കരുത്. ഞാൻ അല്ലെങ്കിൽ എനിക്ക് തന്നെയല്ലോ വർക്ക് തീരാറായ കാരണം ചേച്ചിനെ അഡീഷണൽ നീ കൊണ്ടുവന്നാണ്. അല്ലടാ പാവ ഇവിടേക്ക് ഇന്നലെ ആ മറ്റേ ഡ്രസ്സ് കിട്ടി എന്ത് അത് പുറത്തുള്ള അറിയില്ലല്ലോ. അപ്പൊ എന്റെ കുട്ടിക്ക് ഞാൻ ഇവിടെ ഫാൻ ഇവിടെ ഫാൻ ഇവിടെ ഫാൻ എന്നിട്ട് അവര് ഫോണിലുണ്ടോ? അല്ല എന്നിട്ട് അങ്ങനെ എന്റെ കുട്ടീനെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കാം. എനിക്ക് സങ്കടമൊക്കെ വരുമോ പാവത് എങ്ങനെ. വീട്ടിൽ കൊണ്ടുപോയിക്കോ. അല്ലടാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആ ചേച്ചിയുടെ അടുത്ത് ഇപ്പം ചേച്ചി ഈ മാല കൊള്ളാം, അല്ലെ ഷർട്ട് കൊള്ളാം, ഞാൻ കുറച്ച് വേണം ഈ ഷർട്ട് കൊള്ളാന്ന് വേണോ മക്കൾക്ക് സൈസ് എത്രയാ ഇപ്പൊ വേണോ അല്ല സത്യം നമ്മൾ നല്ല ആൾക്കാർ എപ്പോഴും തമ്മിൽ ചേരും ഇല്ലേ. അതുകൊണ്ടാണ് നൂബിനെ നീയും അവളും ചേർന്നത്. ഞങ്ങൾ എന്റെ മുത്തുവാ അമ്മേ. അയ്യോ ഇത് തക്കടുവാണ്. ഇത് അടുത്ത പേയ്മെന്റ് ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ. ലുലുലാടാ എവിടെയെങ്കിലും പോകുന്നു. ഞാൻ എങ്ങോട്ടേക്ക് മൊബൈലിൽ കൂടെ ഞാനില്ല. എടാ വാടാ. അയ്യോ മുത്താണ് ഇതല്ലേ. അപ്പൊ ഇത് റെക്കോർഡായി ഉണ്ടാവുമോ? ഭാര്യയെ കുറിച്ച് രണ്ട് വർത്തമാനം കംപ്ലീറ്റ് ചെയ്തില്ല. ഭാര്യയെ പറ്റി നല്ല എന്താ പറയാ സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉദാഹരണമായ ഒരു എല്ലാം കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിയ ഒരു ഭാര്യ. എല്ലാം കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിയ ഇതൊക്കെ ചക്ക വീണ് കിടക്കുന്ന പോലെ കിടക്കുന്നു. അടുത്ത തള്ളുമായിട്ട് ചേച്ചി രംഗത്ത്. ഞാൻ ചേരുവയാണ് പറഞ്ഞത്. ഇങ്ങോട്ടും കൊടുത്ത് ഇത് എന്നെ കൈ ഇരിക്കുന്നതാണ് എന്നെ കാണുന്നില്ല. ഇത് നൂബിൻസ് വ്ലോഗ്. ഇത് എന്റെ യൂട്യൂബ് ചാനൽ അങ്ങനെയല്ലേ? നിനക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഏതാന്ന് അറിയില്ലല്ലേ? ഏതോ ഒന്ന് തക്കുമക്കു വ്ലോഗ്സ്. ഞങ്ങളെ എംബ്ലുണ്ടാവും ഇങ്ങനെ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുത്തോണ്ടിരിക്കും. ഇവളെന്താ ഷൂ എടുത്ത് കഴിയില്ല എന്റെ. കൊറേ നേരമായിരുന്നു എനിക്കോ. ഈ പെൺപിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സപ്പോർട്ടാന്നറിയോ? അവളെ 1 മണിക്കൂറായി ഏതാണ്ട് മുഖത്തൊക്കെ വാരി നോക്കുന്നു. സാക്ഷി അപ്പൊ 2 minutes ബിഫോർ ആണ് ഉറങ്ങാറ്. എന്നിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തപ്പോഴത്തേക്കും ഇത്രയ്ക്ക് ഗ്ലോ ആയിരിക്കും. സത്യം ലിപ്സ്റ്റിക് രാവിലെ തന്നെ കുറച്ചിട്ടതായിരുന്നു. അതിപ്പോ വരെ ഉണ്ട്. യൂട്യൂബ് ബ്ലോഗേഴ്സിന് ഇടപെട്ട നമ്മളെ മലയാളികൾ അവിടെ ഇവിടെ യൂട്യൂബ് മനുഷ്യൻ ജീവിക്കേണ്ടപ്പോ ഞാൻ തുടങ്ങാൻ പോയി യൂട്യൂബ് ചാനൽ. നമുക്ക് നമ്മളെ വീട്ടിൽ പൈസ ഉണ്ടാക്കി ദയവ് ചെയ്ത് പിന്നീട് വർത്തനം മാത്രം വരുന്നതായിരുന്നു. ചേച്ചി ഇന്ന് രാവിലെ അഖിന് മൂവി കിട്ടി. ആ ഞാൻ പൈസ ചേച്ചി
അല്ല ഇവരെ അങ്ങോട്ട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനോട് പറ എനിക്ക് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാന്ന് പറ. എങ്ങനെയെങ്കിലും പോയി 2 പ്രാവശ്യം വന്നിട്ട് വീഡിയോ ഞാൻ റെഡിയാന്ന് പറയാ വേഷം കിട്ടിയ പോലെ. നമ്മൾ ഈ ആൾക്കാർ കണ്ടില്ലേ ഈ അഭിനയത്തിന് വേണ്ടി അവർ കുറെ സാക്രിഫൈസ് ചെയ്തു. അതേപോലെ ഞാനും റെഡിയാണ്. കോഴി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓഫാക്കിയോ നീ? അപ്പൊ ഇതൊരു ഓൺ ചെയ്തില്ലേ? ഇപ്പൊ ഓഫാക്കിയതാ. എന്റെ ചാറിന്റെ അപ്പൊ അതിന്റെ വണ്ടിയിലാ പോകുന്നേ. കാറില്ലാത്തതിനാണ് നീ ഇവന്റെ വണ്ടിയിലാ പോയത്. ഇത് കണക്ക് പറയുന്നോടി നീ. ഒരു വണ്ടി പോവോ? ഒരു എങ്ങോട്ടാണ് സത്യം പറഞ്ഞില്ല, എങ്ങോട്ടൊക്കെയോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും നമ്മൾ പൊളിക്കും. ബാക്കി വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോ പറ്റത്തില്ല. എന്തായാലും വേണ്ട വേണ്ടാത്തോണ്ടാ. ഈ കോഴിപ്പണിക്ക് മാത്രമേ വന്നിട്ട്. എടാ അമ്മനെ പാത്തേ സ്റ്റെപ്പ് ഇട്ട്. അത് ഈ മാസം ഉണ്ടെന്ന് എനിക്ക് കേട്ടെ. കഴിഞ്ഞ മാസം കുറവായിരുന്നു. അതിന് മുമ്പത്തെ മാസം 6-7 ദിവസം ഭർത്താവിന് കൂടെ ഇരിക്കാൻ പറ്റാത്ത വിഷമം നോക്കി അടിയിടിച്ചു. ഇവര് കല്യാണം കഴിച്ചത് അറിയോ? നല്ല കുട്ടിയായിട്ട് ഇവനെ പോലെ നല്ല കുട്ടി ലോകത്തില്ല. നോബിൻ അവന്റെ ഫോട്ടോ ഒന്ന് എടുക്കാം, ആൾക്കാരൊക്കെ അറിയട്ടെ. നോബിൻ കണ്ട നല്ല കുട്ടിയാ അവൻ. എല്ലാവർക്കും സെറ്റില് ഭയങ്കര പെണ്ണുകൾ സെറ്റിൽ എല്ലാവർക്കും അവൻ സെറ്റിൽ എല്ലാവർക്കും ചേച്ചി പറ, തുറന്നു പറ ചേച്ചി. സീരിയസ് ആയിട്ട് ഉള്ളതാ പറഞ്ഞ. അവൻ അവിടെ വന്ന് എന്തൊക്കെ ആരും അവനെ ഉണ്ടാതിരിക്കും. അധികം അങ്ങനെ സംസാരിക്കില്ല. പൊട്ടൻ ചേച്ചി പൊട്ടൻ സത്യം നല്ല കുട്ടി. എനിക്ക് കുടുംബങ്ങളൊക്കെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോബിനും കേക്ക്. പക്ഷെ കേക്ക് മൈൻഡ് ചെയ്യത്തില്ല. കേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കേക്ക് ഇന്ന് ലുലു വന്നിട്ടുണ്ടായിരുന്നു. കേക്കയുടെയും നോബിന്റെയും പകുതി കുടുംബ സ്വത്താണ് ലുലു. എന്തോ പറയാൻ ഉദ്ദേശിച്ചില്ല. എപ്പോ സമയം കിട്ടിയാലും രണ്ടുപേരും കൂടെ അവിടെ പോകും. ഇന്ന് എന്നെ വിളിച്ചായിരുന്നു. ലുലുലാണോ പോണേ? ലുലു ഇപ്പൊ മിക്കവാറും അവിടെ കാണും ചേച്ചി. ഇപ്പോഴോ? കാണും. കാരണം ചേച്ചി വന്ന് ഷോ ഇടാൻ കഷ്ടപ്പെടുന്ന ബിന്നി. എന്തൊരു കഷ്ടപ്പാടല്ലേ. കുട്ടി ചായ കുടിക്കാൻ പോവാണോ? ചായ കുടിക്കാൻ പോകുന്ന സിമ്പിൾ ലുക്ക് എനിക്ക് ഇഷ്ടമായില്ല. ഇത്രയും സിമ്പിളായിട്ട് ആര് ചായ കുടിക്കും? ബ്ലോക്കായെന്ന് തോന്നുന്നു. ചേച്ചി കൈകൊണ്ട് പറിച്ചു. ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? പറ. ലുലുമാൾ.
ഇത് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒന്ന് സൂചിക്കുകയാണ്. ഇവൻ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ലുലുവില് പോണോന്ന്. ഞങ്ങൾ ഇന്ന് ലുലുവിലേക്ക് പോവുകയാണ്. ബസ് കിട്ടാത്തോണ്ട് ഞങ്ങൾ കാറിനാണ് പോകുന്നത്. ആൾക്കാർ നമ്മള് ഈ ലുലു മാൾ കാണാനായിട്ട് തമിഴ്നാട്ടിൽ നിന്നും എത്തിയിരിക്കുന്ന ഈ കണ്ണാടി വെച്ചിരിക്കുന്ന കോന്തൻ എവിടെ ഇരിക്കുന്നുണ്ടോ? ഫസ്റ്റ് പറഞ്ഞ ഫ്രണ്ടിലിരിക്കുന്നത് കുറച്ച് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിട്ട് ആ ചേച്ചിനെ മുമ്പിലിട്ടാന്നാണ് പ്ലാൻ. പക്ഷെ ആക്ച്വൽ ഇവന്റെ പ്ലാൻ എന്താ വെച്ചാ എന്നെ വലിച്ചിറക്കിയതാണ് guys. പൊമ്പളാട് നടുക ഇരിക്കണം റെസ്പെക്ട് പോലും. ഞങ്ങൾ ലുലുമാളിലെത്തി ഗൈസ്. സാർ ഒരു സെൽഫി എടുക്കാമോ സാർ? Yes, of course. ഒന്ന് പോസ്റ്റ് ചെയ്യോ?